ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഇഫ്താർക്ക് ഒരു ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ഞങ്ങൾ നോക്കാം. അപ്പോൾ ഈസി റെസിപ്പി എല്ലാം നോക്കുകയാണെങ്കിൽ ഇഫ്താർക്ക് ഈ ഒരു സ്നാക്ക് നിങ്ങൾ റെഡിയാക്കി എടുക്കുക. നല്ല ഈസി ആയിട്ടിരിക്കുക. അതേപോലെ നല്ല ക്രീമി ആയിട്ടുള്ള മസാല എല്ലാം ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആവും. മക്കൾക്കെല്ലാം നല്ല ഇഷ്ടമാവും. ട്രൈ ആക്കി നോക്കൂ. അപ്പോൾ ഞങ്ങൾ ഇത് എങ്ങനെ ആക്കുന്നത് ഞങ്ങൾ നോക്കാം. അപ്പോൾ ഇതിക്ക് വേണ്ടിയിട്ട് ഇതാ ഒരു ബൗളിൽ ഇത്ര ചിക്കൻ എടുത്തിട്ട് ഞാനിവിടെ ഇത് ഞാൻ ഉപ്പും മഞ്ഞളുടെ പൊടി ഇട്ട് വേപ്പാട്ടി എടുത്തത്. നിങ്ങൾ സാധാരണ സമൂസത്തുകൾ വേപ്പാട്ടല്ലേ അതുപോലെ വേപ്പാട്ടി എടുത്തത്. ഇത്ര ഉണ്ട് ഒരു 4-5 പീസ് ചിക്കൻ മേയോ ചെറിയ പീസ് ചിക്കന്. അപ്പോൾ അത് വേപ്പാട്ടി എടുത്ത് അത് ഇട്ട് കൊടുത്താൽ അതിൽ പിന്നെ പൊടിയായിട്ട് കട്ടാക്കി അതിൽ പച്ചമുളക് നിങ്ങൾ കാരത്തേക്ക് എത്ര വേണോ ಅದಕ್ಕೆ വേണം എത്ര പച്ചമുളക് പിന്നെ ക്യാപ്സിക്കം ക്യാരറ്റ് അപ്പോൾ ഇത് രണ്ടും നല്ല പൊടിയായിട്ട് കട്ടാക്കി എടുക്കണം ക്യാപ്സിക്കം ഇതേപോലെ ക്യാരറ്റ് എല്ലാം ക്യാപ്സിക്കം ഞാനിവിടെ രണ്ട് കളറിലുള്ളത് ഇട്ടേ റെഡും പിന്നെ ഗ്രീനും രണ്ട് കളർ വേണിട്ടില്ല ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതാവും അങ്ങനെ ആവും അതിൽ പിന്നെ ഇത് കൊത്തമ്പരി സൊപ്പ് പൊടിയായിട്ട് കട്ടാക്കി കൊത്തമ്പരി സൊപ്പ് പിന്നെ ಇದಕ್ಕೆ മെയിനായിട്ട് മയനൈസ് വേണം മയനൈസ് ഒന്നെങ്കിൽ ഞങ്ങൾ ഔത്തിലാക്കരുത് എന്നുണ്ടെങ്കിൽ അതാക്കുക അതല്ലെങ്കിൽ പുറത്ത് റെഡിമേഡ് മയനൈസ് ഉണ്ടെങ്കിൽ ಅದಾವೆ ಇದು ನೆನಪದ ಕೊಡನೇದೇ ಇಂಟು ಅದೇ ಇಟ್ಟು ಹುಡ್ಕ್ರೆ ಮೈನಸ್ ಇದಕ್ಕೆ ಬೇನು ಅದಕ್ಕೆ ಕೊರಡೇರ ಅಪ್ಪ ಇಟ್ಟು ಹುಡ್ಕணும் അപ്പോൾ മൈനസ് പോലെ ഞാൻ അതേ വീഡിയോസ് എല്ലാം മുന്നോട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടാണ് അപ്പോൾ അത് ಬೇನುಂಟಾಗಿ ನೋಡ್ಕೊರು അപ്പോൾ ಇದಕ್ಕೆ ನಾನು ಈ ഒരു സോസും കൂടി ಬಿತ್ತಿ ಹುಡುಕ್ರೆ ഇതില്ല ಅನ್ಕಂಡಿಗೆ ಮೈನೈസും ನಂಗೆ ಅದರ ಬದಲಿಗೆ ಟೊಮೆಟೊ ಕೆಚಪ್ ಅದല്ലെങ്കിൽ ಟೊಮೆಟೊ സോസ് അത് ഇട്ടങ്ങೈತೆ ಇದು ಬೇನುಂಟ ಇಲ್ಲ അപ്പോൾ ನನ್ನ ಕೈಲಿ ಉಳ್ಳದು കൊണ്ട് ഈ ഒരു സോസ് ನಾನು ಕೂಡ ಬಿತ್ತಿ ಹುಡ್ತ್ರೆ ഉണ്ടെങ്കിൽ വിത്തിങ്ങೈತೆ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൈനൈസും കെച്ചപ്പും കൂടി മിക്സ് ആക്കിರೆങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും ഇല്ലെങ്കിൽ മൈനസ് മാത്രമേ അവിടെ അങ്ങനെ നല്ല ടേസ്റ്റ് അവിടെ മൈനസിന് കൊറടി ആക്കണ്ട അതായത് ഇതുപോലെ നല്ല മിക്സ് ആക്കി ഇതുപോലെ എടുക്കറോ ചന്ത ഇനിയിപ്പോൾ ഞങ്ങൾ ಇದಕ್ಕೆ എക്സ്ട്രാ ഒരു ക്രീമി ആയിട്ട് കിട്ടും എക്സ്ട്രാ ഒരു നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും വേണ്ടിയിട്ട് ನಾನು ಮೊಸರೆಲ್ಲ ಚೀಸ್ ಇಟ್ಟು കൊടുക്കുക ಇದು അങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുറു നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ വിലപിച്ചല്ല ഈ കാലി മൈനസ് അത് മാത്രമേ അവിടെ ഉണ്ടെങ്കിൽ ഇട്ടെങ്കിൽ നല്ല ಇನ್ನೂ എക്സ്ട്രാ ഒരു ടേസ്റ്റ് കിട്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതുപോലെ ಮೊಸರೆಲ್ಲ ಚೀಸಲ್ಲಿ ഇട്ടിട്ട് നല്ല മിക്സ് ആക്കി എടുത്തേ ഞങ്ങൾ മസാല റെഡി ആയിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ಅದಕ್ಕೆ ഡിപ്പ് ആക്കുവാനായിട്ട് കോൺഫ്ലോറും മൈദയും രണ്ടും കൂടി എടുത്തിട്ട് ഇതിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തേ അപ്പോൾ അത് വെക്കട്ടെ അവിടെ ഇനിയിപ്പോൾ ബ്രെഡ് ഞങ്ങൾക്ക് സൈഡെല്ലാം ബ്രൗൺ പാർട്ടെല്ലാം കട്ടാക്കി എടുക്കണം എന്നിട്ട് ഞങ്ങൾ തണ്ണിയിൽ ജസ്റ്റ് ഒന്ന് തണ്ണി മുക്കിയിട്ട് ഇതുപോലെ ചന്ത ഒന്ന് പ്രസ് ആക്കി കൊടുക്കണം നല്ല പ്രസ് ആക്കിയിട്ട് എക്സ്ട്രാ തണ്ണിയെല്ലാം എടുക്കണം ഒന്ന് അതിനാണ് ഞെക്കിട്ട് പോകാനായിട്ട് ഇതുപോലെ ആക്കിയാൽ പിന്നെ ഞങ്ങൾ റെഡിയാക്കി വെച്ച മസാല ಇದಕ್ಕೆ വെച്ച് കൊടുക്കണം മസാല വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര വലിയ സൈസിൽ വേണോ അതുപോലെ പിന്നെ ഇതിക്ക് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇതിക്ക് ഉപ്പിട്ടിട്ടില്ല ഇപ്പോൾ ഈ ഒരു മയനൈസിലും സോസിലെല്ലാം നല്ല ഉപ്പുണ്ടോ ഉപ്പ് കറക്റ്റാക്കി കൊടുക്കുറോ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ബ്രെഡിക്ക് നിങ്ങൾക്ക് ഉപ്പിക്കില്ലല്ലേ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് കുറടി ഉണ്ടെങ്കിൽ മസാലയ്ക്ക് ഉപ്പിട്ട് കൊടുക്കുറോ അപ്പോൾ ಇದಕ್ಕೆ ನಾನು ಉಪ್ಪಿಟ್ಟಿಟ್ಟಿಲ್ಲ ಚೆಂದಂಗೆ ഞങ്ങൾ ഇതിൽ സോസിലെല്ലാം നല്ല ഉപ്പുണ്ടോ അപ്പോൾ അത് കറക്റ്റായിട്ടിരിക്കുക അപ്പോൾ ഇതുപോലെ ചന്ത ബ്രെഡിൽ ഇങ്ങനെ വെച്ചിട്ട് ചന്ത ഇങ്ങനെ ഇതാക്കി കൊടുത്തെങ്കിൽ കവറാക്കി കൊടുക്കണം ചെറിയ ചെറിയ ഗ്യാപ്പെല്ലാം ഉണ്ടെങ്കിൽ വലിയ വിശാലം ഞങ്ങൾ ഇത് ബ്രെഡ് ക്രംസിലെല്ലാം കോട്ടാക്കി എടുക്കാറല്ലേ അപ്പോൾ അത് കവറാവണം ഈ ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പുള്ള ഇതിപ്പോൾ നിങ്ങൾ ഇതിനെക്കാട്ടി ഒന്നും കൂടി ചെറിയ സൈസിലാക്കണമെങ്കിൽ അങ്ങനെ ആക്കി ഇതെല്ലാം വലിയ സൈസിലായിട്ട് കണ്ടല്ലേ ഇതിനെക്കാട്ടി ഒന്ന് ചെറുതാക്കി കഴിക്കും അപ്പോൾ നിങ്ങൾ ബ്രെഡ് ക്രംസിലെല്ലാം കോട്ടാക്കി വരുമ്പോൾ ഇന്നും വലിയ സൈസിലാവണം ഇത് ഞങ്ങൾക്ക് ഒന്നേ തിന്നുമ്പോൾ വയറ് ഫുള്ളാവും ഒന്ന് ജെൻഡെല്ലാം തിന്നുമ്പോൾ വയറ് ഫുള്ളാവും അപ്പോൾ ആ സൈഡ് പാട്ടെല്ലാം ഉണ്ടല്ലോ അതെല്ലാം പൊടിച്ചിട്ട് ബ്രെഡ് ക്രംസ് അതിലേ നനാക്കി എടുത്തേ അപ്പോൾ ബ്രെഡ് ക്രംസ് കൂടെ റെഡി ആയി ഇനിയിപ്പോൾ ഞങ്ങൾ അത് കോൺഫ്ലോറിൽ മുക്കിയിട്ട് ഇതുപോലെ ചന്ത ഇതിൽ കോട്ടാക്കി എടുത്ത് നല്ല ഒന്ന് അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ ഈ ഒരു ബ്രെഡ് ഉണ്ടല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുക മെത്തനായിട്ടിരിക്കുക അപ്പോൾ അതൊന്ന് മെല്ലനെ ഒന്ന് ഇതാക്കി കഴിത്താൽ ബ്രെഡ് ചെന്നെങ്കിൽ നല്ല സോഫ്റ്റ് അല്ലേ ഞങ്ങൾ തണ്ണി മുക്കുമ്പോൾ ഒന്നും കൂടി അത് സോഫ്റ്റ് ആയിട്ടിരിക്കുക അപ്പോൾ ഇതുപോലെ ആക്കി ഇത് ഞാനിപ്പോൾ ഡബിൾ കോട്ടാക്കി എടുക്കുക നിങ്ങൾക്ക് ഇപ്പോൾ സിംഗിൾ കോട്ടേ മേയാവുകയാണെങ്കിൽ ഇങ്ങനെ ആക്കാം അതല്ലെങ്കിൽ ഡബിൾ കോട്ടാക്കുറെങ്കിൽ അങ്ങനെ ആവും അപ്പോൾ ഈ ബ്രെഡ് ക്രംസ് ഞങ്ങൾ ഒന്ന് റോസ്റ്റ് ആക്കുറെങ്കിൽ നല്ലേ ഞാനിപ്പോൾ ഇത് റോസ്റ്റ് ആക്കില്ല അങ്ങനെ പൊടിച്ചെടുത്തേ ഞങ്ങൾ ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് പൊടിച്ചെടുക്കുറെങ്കിൽ അങ്ങനെ ആവും അത് നല്ലേ അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ ഇതേപോലെ എല്ലാം ബാക്കിയെല്ലാം ഞങ്ങൾക്ക് ഇതുപോലെ ആക്കിയും കഴിത്ത് അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം രണ്ട് വട്ട ഡബിൾ കോട്ടായിട്ട് എടുക്കുക അപ്പോൾ ഇതാ ഈ ഒരു സൈസിൽ ഇതിപ്പോൾ തെല്ല് ചെറിയ സൈസിലാക്കിയത് അപ്പോൾ എല്ലാം ഇതുപോലെ ആക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഞാനിവിടെ കോട്ടാക്കി എടുത്തത് ഇതിപ്പോൾ രണ്ട് കളർ ചെന്ന് വന്നതാണ് തെല്ല് ഇത് ബ്രെഡ് ക്രംസ് കളർ ഇട്ടിട്ട് പൊടിച്ചതും ഉണ്ട് അപ്പോൾ രണ്ട് കളറിൽ അതിപ്പോൾ നിങ്ങൾക്ക് രണ്ട് കളറിൽ എടുക്കും മഞ്ഞളും പിന്നെ അതുപോലെ ഒന്ന് കളർ ഇടാത്തതും അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതുപോലത്തെ സ്നാക്സിനൊക്കെ ഇതിൽ 13 സ്നാക്സ് ആയിട്ട് കിട്ടും 13 പോണാൽ ഇത്ര എല്ലാം ആവും ഈ ഒരു സൈസിലുള്ളത് ഞങ്ങൾ ഇത്ര മസാലയിലും ഇത്ര ഒരു പാക്കറ്റ് ബ്രെഡെല്ലാം ഫുള്ള് വേണാവും അപ്പോൾ ഇതിനിപ്പോൾ ഞങ്ങൾ ഇത് ഫ്രൈ ആക്കിയിട്ട് എടുത്തെങ്കിട്ട് അപ്പോൾ എണ്ണ ചൂടാകുക വെച്ചാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചുള്ളൂ ചുമ്മ ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട പിന്നെ കുറടി ആക്കിയത് മെണ്ണത്തി ഒരു നല്ല ചൂട് വേണം എണ്ണയ്ക്ക് കട്ട്ലേറ്റെല്ലാം ഫ്രൈ ആക്കി എടുക്കറല്ലേ അതേപോലെ പിന്നെ ഇത് ഞങ്ങൾ നോമ്പ് തറക്കുകയെല്ലാം ആക്കുറെങ്ക ഞങ്ങൾ കുറേ നേരം മുന്നോലെ റെഡിയാക്കി വെക്കുತ್ತೀರ ചൂടോടെ നിങ്ങൾക്ക് ചീസെല്ലാം ഇട്ട് ആക്കുറല്ലേ അപ്പോൾ അവർ ചൂടോടെ തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ ഞങ്ങൾ ഇത് ഫസ്റ്റ് ബ്രെഡ് ക്രംസിലെല്ലാം കോട്ടാക്കി വെച്ചിട്ട് അവർ നേരം ആകുമ്പോൾ ഞങ്ങൾ ഫ്രൈ ആക്കി എടുത്തെങ്കിൽ ഫ്രൈ ആക്കുമ്പോൾ ഞങ്ങൾ ചുമ്മാ നേരം ഇല്ല ಬೇಗമേ ആവും
കട്ട്ലേറ്റ് എല്ലാം ഫ്രൈ ആക്കറല്ലേ അതേപോലെ നിങ്ങൾ പിന്നെ എണ്ണയുടെ തീ നോക്കിയോളൂ ചൂട് നോക്കിയോളൂ ചൂടുക്ക് റെഡി ആകും തീരാ പിന്നെ ചൂട് നല്ല ചൂടും വേണ്ട ഓവറായിട്ട് ചൂടും വേണ്ട അപ്പോൾ നിങ്ങൾ ആ ടൈം ആകുമ്പോൾ നിങ്ങൾ ഇത് ഫ്രൈ ആക്കി എടുത്തേങ്ങിട്ട് അപ്പോൾ ചൂടോടെ തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കിற അപ്പോൾ ഇതുപോലെ കണ്ടല്ലേ ഈ ഒരു കളറാകുമ്പോൾ നിങ്ങൾ എടുത്തേങ്ങിട്ട് എല്ലാം ഇതുപോലെ നിങ്ങൾ ഒരു ഗോൾഡൻ കളറായിട്ട് പണ്ടല്ലേ അങ്ങനെ നിങ്ങൾ ആക്കിയിട്ട് എടുത്തേങ്ങിട്ട് അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ ഫ്രൈ ആക്കിയിട്ട് കാട്ടറേ അപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തത് അപ്പോൾ കണ്ടറിയില്ലേ ഇത്ര ഈസി ആയിട്ട് ഞങ്ങൾ ആക്കിയെടുത്ത സ്നാക്കിൻ്റെ ഈസി ആയിട്ടിരിക്കുക അതേപോലെ നല്ല അടിപൊളി ടേസ്റ്റും ആയിട്ടിരിക്കുക സൂപ്പർ ടേസ്റ്റ് ആയിട്ടിരിക്കുക അവർ ചൂടോട് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക ഒന്ന് കട്ടാക്കി കാട്ടുക അപ്പോൾ തെല്ലും എണ്ണ കുടിക്കില്ല കണ്ടില്ല തെല്ലും എണ്ണ കുടിക്കില്ല ഇത് പിന്നെ ഞങ്ങൾ ಇದಕ್ಕೆ ಎಕ್ಸ್ಟ್ರಾ ನೆನಪ ಚೀಸ್ ಇಟ್ಟಿಲ್ಲ ಮೊಸರಲ್ಲ ಚೀಸ್ ಅದು ನಿಂಗೆ ಯಾರೋ ಇಷ್ಟ ಇಲ್ಲ ಅನ್ಕೊಂಡೀಗ ಚೀಸಲ್ಲಿ ಯಾರೋ ಬೇನ್ಕೊಂಡೀಗ ಯಾರೋ ಇಡ ನೆನಪ ಚೊಮ್ಮೆ ಇಟ್ಟಿಟ್ಲೆ പിന്നെ ഞങ്ങൾ ഇത് മസാല എല്ലാം വെക്കുമ്പോൾ അതിരൊട്ടിಗೆ ചീസ് വെക്കും എന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം നിങ്ങൾ എങ്ങനെ ഇഷ്ടമുണ്ടോ അങ്ങനെ ആക്കി എടുക്കുക അപ്പോൾ കണ്ടറിയില്ല നല്ല ക്രീമി ആയിട്ടുള്ള മസാല നല്ല സൂപ്പർ ടേസ്റ്റ് ആവും ഈസി ആയിട്ടിരിക്കും നിങ്ങൾ ട്രൈ ആക്കി നോക്കൂ മക്കൾക്കെല്ലാം നല്ല ഇഷ്ടമാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരം പേർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ കമൻറ്റ് ആക്കൂ അതേപോലെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിಗೆ ಎಲ್ಲರಿಗೂ വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ ആരെങ്കിലും ನನ್ನ ಈ ಚಾನೆಲ್ ಫಸ್ಟ್ ಆയിട്ട് കണ്ടെങ്കിൽ ಚಾನೆಲ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಹಾಕೋ ಮರಕಂಡ ಸಬ್ಸ್ಕ್ರೈಬ್ ಹಾಕುമ്പോൾ ಅದ್ರ മുട്ട മേലെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ആക്കൂ ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും